വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അങ്ങനെ നമ്മുടെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 2025 റെയിൽവേയുടെ രണ്ടാമത്തെ സമ്മാനമാണിത്. കാരണം നമ്മളിപ്പം ഗ്രൂപ്പ് ഡി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മളിപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ. പുതിയത് റെയിൽവേ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന വലിയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ 2025 ഒരു റെയിൽവേയിലെ ജോലി നേടിയെടുക്കുക എന്നുള്ള വലിയൊരു സ്വപ്നം ഈ 2025 നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആൾക്കാർ പഠിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷ ഉടനെ ഉണ്ടാവും. സോ വളരെ ഭംഗിയായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് സിലബസിനോട് നീതി പുലർത്തുന്ന രീതിയിൽ PYQ ഒക്കെ ചെയ്ത് പഠിച്ച് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിലെ ഒരു വലിയ ഒരു നോട്ടിഫിക്കേഷനാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഇപ്പൊ നിലവിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, അതായത് മുമ്പത്തെ പരീക്ഷകൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 2025 പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വയസ്സ്, അതായത് ഏജ് ലിമിറ്റ് പോകുന്ന ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ടത്, നമ്മുടെ മുമ്പില് 20 സോണുകളിൽ നിന്നുള്ള ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ തെക്കൻ സോണുകളായ തിരുവനന്തപുരം, ചെന്നൈ ഉൾപ്പെടെയുള്ള സോണുകളെല്ലാം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 9,900 റൗണ്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു 10,000 ഒഴിവുകളാണ് നിലവിലെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് 2-3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ വന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് 30 വയസ്സ്, ഇതാണ് നമ്മുടെ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വയസ്സിലെ ഇളവുകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഇളവുകളുണ്ട്. അതായത് OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഇളവും, അതേപോലെ SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഇളവും ഒക്കെ ഉണ്ട്. സാധാരണ പോലെ തന്നെ ഒരു വയസ്സിലെ ഇളവുകൾ അതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നുകിൽ 10ാം ക്ലാസ് യോഗ്യതയും പ്ലസ് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതാണ് ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഡിപ്ലോമ, അതും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ, BTechോ അല്ലെങ്കിൽ BEയോ. അതായത് നമുക്ക് വേണ്ട ട്രേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിൽ കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കല്, അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഈ 3 ഫീൽഡിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ ഈ 4 ട്രേഡുകൾ എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നമ്മുടെ ALP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ഡേറ്റ് ഏപ്രിൽ 10 മുതൽ അടുത്ത മാസം മെയ് മാസം 9-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിലവിലെ ഈ നോട്ടിഫിക്കേഷൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലൈവ് ആണെന്ന് അർത്ഥം. അതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഇനി എക്സാം വരുന്നത്, ആദ്യം നമ്മളൊരു CBT 1 എക്സാം എഴുതുന്നു. അതിനുശേഷം നമ്മൾ CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇത് രണ്ടും. CBT 1, CBT 2. അതിനുശേഷം 5 ബാറ്ററി ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു സൈക്കോമെട്രി ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. സോ ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കുന്ന, അതിനുശേഷം മെഡിക്കലും വരുന്നുണ്ട് കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞാല് 5 ഘട്ടങ്ങളിലായിട്ട് വരുന്ന വലിയൊരു പ്രോസസ്സാണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ നിലവിലെ 19,900 ആണ് അതിന്റെ ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ പേ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സാധാരണ നമുക്കറിയാം, ഈ ലോക്കോ പൈലറ്റ് ജോലിയിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപയോളം ശമ്പളമൊക്കെ വരാറുണ്ടെന്ന് പറയാറുണ്ട്. അതായത് സാധാരണ ഈ ബേസിക് നോക്കുക വേണ്ട, നമുക്ക് 1,00,000 രൂപ അക്കൗണ്ടിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ ജോലി നിന്നും ശമ്പളമായിട്ട് വരുവാൻ സാധ്യതയുള്ള വലിയൊരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാർച്ച് 24-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയത്.
അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ തുടങ്ങുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏപ്രിൽ 10 മുതൽ നവംബർ 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എക്സാമിന്റെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല, എപ്പോൾ വേണമെങ്കിലും എക്സാം നടക്കാം. സോ ഒരു 2-3 മാസത്തിന്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആദ്യമേ CBT 1 കാണും, അതിനുശേഷം വീണ്ടും ഒരു CBT 2 പരീക്ഷ കാണും, അതിനുശേഷമാണ് സൈക്കോമെട്രി എന്ന് പറയുന്ന വലിയൊരു പരീക്ഷ, 5 ബാറ്ററി ടെസ്റ്റ് അടങ്ങുന്ന വലിയൊരു പരീക്ഷ. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഏറ്റവും അവസാനം മെഡിക്കലാണ് നടക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് അഡ്വൈസ് വരുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിലും നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്, അത് അവിടെ പ്രത്യേകം അത് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ ജനറൽ OBC അതേപോലെ EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ബാക്കിയുള്ള എക്സ് സർവീസ്മെൻ ആണെങ്കിൽ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. അപ്പൊ എല്ലാവരും ഓർക്കുക, നമ്മുടെ ഒരു പുതിയ 2025 ഒരു വിഷു സമ്മാനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 2025 നമ്മൾക്ക് റെയിൽവേയിൽ ജോലി നേടാനുള്ള വലിയൊരു അവസരം കൂടിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒന്ന് ഗ്രൂപ്പ് D പരീക്ഷ, രണ്ടാമത്തത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. സോ ഈ 2 പരീക്ഷകളും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 25 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. പരമാവധി ഉദ്യോഗാർത്ഥികൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു വെബിനാറിലെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ RRB പരീക്ഷ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പരീക്ഷയാണ്. സോ അപ്പോൾ നമുക്ക് ആ വെബിനാറിലെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്നാമതെത്താം.